ശ്രദ്ധിക്കുക, സലീം ഇർഫാനി വിഷയാവതരണം തുടരുകയാണ്. കുറഞ്ഞ ടൈം കൊണ്ടെല്ലാം അവസാനിച്ച് ഭക്ഷണ വിതരണം കൗണ്ടറിൽ നടക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, അബുൽ അഅ്ല മൗദൂദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബോധന ജിഹയായി അദ്ദേഹം കൊണ്ടുവന്ന തന്റെ ജീവിതോപാധിയുമായ തൂലിക തർജുമാനുൽ ഖുർആനാണെങ്കിൽ, അദ്ദേഹം ഖുർആനിനെ സമീപിച്ച ശൈലിയും രീതിയും അദ്ദേഹം പ്രയോഗിച്ച ഒരൊറ്റ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, ഖുർആൻ പഠിനെ കെ ലിയെ ഏക് പ്രൊഫസർ കാഫി ഹെ. ഖുർആൻ പഠിക്കാൻ ഒരു പ്രൊഫസർ ആവശ്യമേ ഉള്ളൂ. ഒരു മുജദ്ദിദിന്റെയോ ഒരു മുജ്തഹിദിന്റെയോ ഒരു മുഫസ്സിറിന്റെയോ ഒരു ഇമാമിന്റെയോ ഗവേഷണമോ പഠനമോ ആവശ്യമില്ല. മറിച്ച് ട്രാൻസ്ലേറ്റ് വെച്ച് ഡിക്ഷണറി വെച്ച് അതിനെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്നാണ് മൗദൂദി വായിച്ച മൗദൂദി കണ്ടെത്തിയ ഖുർആൻ. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആകത്തുക. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ഇത് സംബന്ധമായ നിലപാട് ഈ ഒരുമിച്ച് കൂടിയ പുരുഷാരത്തിന്റെ മുമ്പിൽ, സമസ്തയുടെ അരുമ മക്കളുടെ മുമ്പിൽ പറയേണ്ടതില്ല. അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങളവர்கள் പറഞ്ഞ നിലപാടാണ്. എന്താണ് ഖുർആനെ പറ്റി പറഞ്ഞത്? മൻ ഫസ്സറൽ ഖുർആന ബിറഅയി. മൗദൂദി സാഹിബിനോട് പറയട്ടെ, മൗദൂദിയെ ഏറ്റു നടക്കുന്ന ജമാഅത്തുകാരോട് പറയട്ടെ, മൻ ഫസ്സറൽ ഖുർആന ബിറഅയി. ആരെങ്കിലും സ്വയം ഖുർആനിനെ വ്യാഖ്യാനിച്ചാൽ നരകത്തിൽ അവനൊരു സീറ്റ് ഉറപ്പിച്ചുകൊള്ളട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ഉൾത്തലങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ പ്രാഥമികമായ പഠനത്തിൽ അവരുടെ മൊത്തം ആശയങ്ങൾ ഇതിന്റെ പിന്നാമ്പുറമാണെന്ന് മനസ്സിലാക്കി ഞാൻ ആ ഭാഗം ക്ലോസ് ചെയ്യുകയാണ്. ഇനി ജമാഅത്തെ ഇസ്ലാമി 41 ശേഷം ഈ 2014 വരെ ഇവിടെ ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് ഒരു 2-3 മിനിറ്റ് മാത്രം ഉപയോഗപ്പെടുത്തി ഞാൻ പരിശോധിക്കുകയാണ്. ഒന്നാമതായി, ജമാഅത്തെ ഇസ്ലാമി ഇവിടെ കൊണ്ടുവന്ന മതസ്ഥാപനങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒരു യൂണിവേഴ്സിറ്റി ജാമിയ ഇസ്ലാമിയ എന്ന് പറയുന്ന പട്ടിക്കാട് കോളേജിന് തൊട്ടപ്പുറത്ത് ശാന്തപുരത്ത് അവരൊരു കോളേജ് നടത്തുന്നുണ്ട്. അവരതിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്നാണ് പ്രചരിപ്പിക്കാറുള്ളത്. അഭിവന്ദനായ ആലിക്കുട്ടി ഉസ്താദിന്റെ കൂടെ ഒരിക്കൽ ഭട്കലിൽ ഒരു ഇസ്ലാമിക് കോൺഫറൻസിൽ പങ്കെടുക്കാൻ ചെല്ലാൻ അവസരമുണ്ടായപ്പോൾ അവിടെയൊക്കെ ഈ യൂണിവേഴ്സിറ്റിയെ പറ്റി അവർ സജീവമായി പ്രചരിപ്പിച്ച ഒരുപാട് പ്രചാരങ്ങൾ അവിടേക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സ്ഥാപനം അതിന്റെ ഉൾത്തലങ്ങളിലേക്ക് ഇറങ്ങേണ്ടതില്ല. ഈ ഒരു സ്ഥാപനത്തെ മാത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ അവർ ഏറ്റവും വലിയ സ്ഥാപനം എന്ന് പറയപ്പെടുന്ന ശാന്തപുരത്തെ ജാമിയ ഇസ്ലാമിയ, അത് നിലകൊള്ളുന്നത് മുള്ളിയാകുറിശിയിലെ പുത്തംപള്ളിയുടെ വഖഫ് ഭൂമിയിലാണ്. മുള്ളിയാകുറിശി എന്ന പട്ടിക്കാടിന് തൊട്ടടുത്തുള്ള ഇന്നത്തെ ശാന്തപുരം നിലകൊള്ളുന്ന മുള്ളിയാകുറിശിയിലെ പുത്തംപള്ളിയുടെ വഖഫ് ഭൂമിയിലാണ് ആ സ്ഥാപനത്തിന്റെ ബിൽഡിംഗ് നിലകൊള്ളുന്നത് എന്ന് മാത്രമല്ല, ആ വഖഫിന്റെ സ്വത്താണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാർഗം, അതിന്റെ ആദ്യമുള്ള വരുമാനമാർഗം. എന്നാൽ ഈ വഖഫ് ചെയ്ത വാഖിഫ് വെച്ച നിബന്ധന എന്താണ്? ഈ സ്ഥാപനം, ഈ വഖഫ് ഭൂമി ദർസിന് വേണ്ടി വഖഫ് ചെയ്തപ്പോൾ ശാഫിഈ മദ്ഹബിലെ മഹല്ലി അടക്കമുള്ള കിതാബുകൾ, ശാഫിഈ മദ്ഹബിന്റെ കിതാബുകൾ ഇവിടെ ദർസ് നടത്തപ്പെടണമെന്ന് വാഖിഫ് വെച്ച ഷർത്ത് ഇന്നും പരിശോധിച്ചു നോക്കിയാൽ വ്യക്തമാണ്. അഭിവന്ദനായ ചന്ദ്രികയുടെ അഭിവന്ദനായ എഴുത്തുകാരൻ CP സൈദലവി ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ ഇന്ന് വരെ ജമാഅത്തുകാർ മറുപടി പറഞ്ഞിട്ടില്ല എന്നത് ഇവർക്ക് ഇന്നും നിഷേധിക്കാൻ പറ്റാത്ത വിധം ജാമിയ ഇസ്ലാമിയ എന്ന് പറയുന്ന ശാന്തപുരം കോളേജ് നിലകൊള്ളുന്ന ആ സ്ഥാപനത്തിന്റെ ഭൂമിയും ആ സ്ഥാപനത്തിന്റെ വരുമാനമായ വഖഫ് സ്വത്തും അത് ശാഫിഈ മദ്ഹബിന്റെ ദർസ് നടത്താൻ വേണ്ടി ഉമ്മും മഹല്ലിയും പോലുള്ള ശാഫിഈ മദ്ഹബിന്റെ കിതാബുകൾ ദർസ് നടത്താൻ വേണ്ടി വഖഫ് ചെയ്ത ഭൂമിയാണ്, വഖഫ് ചെയ്ത സ്വത്താണ് അവർ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം പ്രചരിപ്പിക്കാൻ ശാഫിഈ മദ്ഹബുമായി പുരബന്ധം പോലുമില്ലാത്ത ഗ്രന്ഥങ്ങൾ മാത്രം പഠിപ്പിക്കാൻ വേണ്ടി അവർ വിനിയോഗിക്കുന്നത്. അതുകൊണ്ടാണ് മഹാനായ ശൈഖുന ശംസുൽ ഉലമ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മഹാനരുടെ കാലഘട്ടത്തിൽ ഈ സ്ഥാപനത്തിലേക്ക് കടന്നിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ശംസുൽ ഉലമ ഈ മഹത്തായ സ്ഥാപനത്തിന് പുറത്താക്കിയത് ഉസ്താദുമാരിൽ നിന്ന് കേട്ടറിയാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് ഹറാമിൽ നിന്നാണ് അതിന്റെ മനസ്സ്. ഞാൻ നീട്ടിപ്പറത്തി പറയുന്നില്ല. ഇനി അവരിവിടെ ചെയ്ത സേവനം, വലിയൊരു സേവനം എന്ന് പറയുന്നത് ഒരു പത്രമാണ്. മൗദൂദികൾ ജമാഅത്തുകാർ ഇവിടെ മുന്നോട്ട് വെച്ച പത്രം, അത്
മാധ്യമം ദിനപത്രം. മാധ്യമം ദിനപത്രം ഇവിടെ ചെയ്ത സേവനം എന്താണ്? 1987 മാധ്യമം തുടങ്ങിയതെങ്കിൽ ഈ മാധ്യമം 2014 ഒരു ഉത്കൃഷ്ടനായ വ്യക്തിയെയും ഈ സമൂഹത്തിന് ഈ പത്രം കൊണ്ട് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ധർമ്മമൂല്യമുള്ള ഒരാളെയും സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എത്രയോ വമ്പന്മാരായ ആളുകളെ ഒന്നുമല്ലാതെ നിലംപരിശാക്കാനും മോശപ്പെടുത്താനും മാധ്യമത്തിന്റെ ഈ വഴിത്താരകളിലൂടെ ചെയ്തിട്ടുണ്ട്, അവർക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന നേട്ടം വളരെ ഖേദത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ ഉണർത്തുന്നത്. അതിൽ 1-2 ഉദാഹരണങ്ങൾ മാത്രം പറയട്ടെ. അതിലൊന്നാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി. ഇന്നും ജയിലിൽ നിന്ന് വളരെ വിഷമകരമായ അവസ്ഥയിലൂടെ എഴുന്നേറിക്കൊണ്ടിരിക്കുന്ന അബ്ദുൽ നാസർ മഅദനിയെ ഈ കോലത്തിലേക്ക് എത്തിച്ച ആരെന്ന് ചോദിച്ചാൽ അത് ഈ ജമാഅത്തിന്റെ പത്രമാണ്, മാധ്യമമാണ്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഈ സമുദായത്തിന്റെ എല്ലാമെല്ലാമായിരുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമുദായത്തോട് സംയമനത്തിന്റെ പാട്ടുപാടിയപ്പോൾ, ഈ ബാബരി മസ്ജിദിന്റെ പ്രശ്നത്തിൽ കേരളം കത്തുമെന്ന് കണ്ടപ്പോൾ സംയമനത്തിന്റെ മനോഹരമായ പാട്ടുപാടിയപ്പോൾ, സംയമനത്തിന്റെ മാർഗത്തിലേക്ക് സമൂഹത്തെ നയിച്ചപ്പോൾ, സംയമനത്തിന്റെ താരാട്ട് പാടുകയല്ല വേണ്ടതെന്ന് പറഞ്ഞ് തങ്ങളവരുടെ ഇകഴ്ത്തുകയും ആ സമയത്ത് വൈകാരികമായി ഇറങ്ങിയ മഅദനിയെ വളരെ വീറും വാശിയും നൽകി പ്രചോദനം നൽകി കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു കാല് പൊട്ടിയപ്പോൾ, ഒരു കാല് തകർന്നപ്പോൾ, മഅദനി നിങ്ങൾക്കൊരു കാലേ തകർന്നിട്ടുള്ളൂ, 10,000 കാലുകൾ നിങ്ങളെ പിന്നാലെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അയാൾ ആവേശത്തിൽ കൊണ്ടുവന്ന് തീവ്രവാദിയും ഭീകരവാദിയുമായി ജയിലിന്റെ ഉള്ളിലേക്ക്, ജയിലിന്റെ അടികളെങ്ങുന്ന സമയത്ത് പാവപ്പെട്ട പൊന്നുമക്കളുടെ കരച്ചിൽ കേൾക്കാൻ കഴിയാതെ ആ പൊന്നുമക്കളുടെ ഉമ്മയായ മഅദനിയുടെ പ്രിയപ്പെട്ട ഭാര്യ സൂഫിയ മഅദനി അന്നത്തെ കേന്ദ്രമന്ത്രിയായ രാജഗോപാലിനെ സന്ദർശിച്ച് മഅദനിയുടെ മോചനത്തിന് വേണ്ടി സംസാരിച്ചപ്പോൾ എന്താ ജമാഅത്ത് പത്രം ചെയ്തത്? രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് ഓച്ചാനിച്ചു എന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ മാനം ഇകഴ്ത്തിയിട്ട് ലേഖനം എഴുതാനും ആ കുടുംബത്തെ വിഷമിപ്പിക്കാനും ആ പൊന്നുമക്കളുടെ കരച്ചിലിന് വീണ്ടും ആക്കം കൂട്ടാനുമാണ് ജമാഅത്ത് പത്രം ഇവിടെ ചെയ്ത ഒരു സേവനമെങ്കിൽ, മറ്റൊന്നെടുത്തു പറയേണ്ടത് ബഹുമാനപ്പെട്ട മഹബൂബെ മില്ലത്തെന്ന് ഈ രാജ്യം, ഈ കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ മുഴുക്കെ പ്രഖ്യാപിച്ച മുസൽമാന്റെ പാർലമെന്റിലെ ശബ്ദമായിരുന്ന ബഹുമാനപ്പെട്ട സുലൈമാൻ സേട്ട്, അദ്ദേഹത്തെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഏറ്റവും സുവർണ്ണ കാലത്തിൽ അദ്ദേഹത്തിനെതിരെ ലേഖനം എഴുതിയ ആളാണ് മാധ്യമം പത്രം. അദ്ദേഹത്തെ പറ്റി പറഞ്ഞെന്താണ്? അദ്ദേഹം മലപ്പുറം ജില്ലയിലാണ് മത്സരിച്ചത്. ഇന്ത്യ രാജ്യത്തെ മുസൽമാന്റെ ശബ്ദമായി പാർലമെന്റിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തെ പറ്റി എഴുതത് വല്ലപ്പോഴും എത്തുന്ന ദേശാടന പക്ഷി എന്ന തലക്കെട്ടിൽ അദ്ദേഹത്തെ ഇകഴ്ത്തുകയും അദ്ദേഹം ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അദ്ദേഹം മാറ്റി നിർത്തുകൊണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്തുകയും ചെയ്തു എന്നത് മാധ്യമത്തിന്റെ മുഖം ഈ സമൂഹത്തിന് കാണാനുള്ള ഏറ്റവും വലിയ അവസരമാണ്. മാത്രമല്ല, അഭിമന്യനായ നമ്മുടെ IT മന്ത്രിയായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പേരിൽ ഒരാരോപണം വന്നപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിക്കാർ കൃത്യമായി പറയണം, ഇസ്ലാം എന്ന പേര് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കൂടെ വെക്കാൻ ധാർമ്മികമായ അവകാശം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പേരിൽ ഇവിടെ ഒരു ആരോപണം വന്നപ്പോൾ ഒരു കോടതിയിലും തെളിയിക്കാൻ പറ്റാതെ എല്ലാ കോടതികളിലും തൂറ്റിപ്പോയ ഒരു ആരോപണം ഈ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് മാർക്സിസ്റ്റ് പാർട്ടി കുത്തിപ്പൊക്കി സജീവമാക്കിയപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി എത്രയോ പിറകിലാക്കി. ദിവസവും മാധ്യമത്തിൽ വന്ന വാർത്തകൾ 12ഉം 13ഉം വാർത്തകളായിരുന്നു. ഇങ്ങനെ സമൂഹത്തിന്റെ നേതൃത്വത്തിലുള്ള ആളുകളെ ഇടിച്ച് താഴ്ത്തുകയും വളരെ മോശമായ അവസ്ഥയിൽ മാത്രം അവരെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുകയും ഒരു നല്ല മനുഷ്യനെ ഇക്കാലമത്രയും സൃഷ്ടിക്കാൻ സാധിക്കാത്ത ഏറ്റവും മോശമായ ഒരു പത്രമാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്. എന്റെ സംസാരം ശ്രമിക്കുന്ന സമസ്ത കേരള ജമിയത്തുലമയുടെ അരിമക്കളായ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഈ മാധ്യമത്തിന്റെ മുഖം, ഈ വികൃത മുഖം, ഈ ഇസ്ലാമിക വിരുദ്ധ മുഖം സമൂഹത്തിൽ തുറന്നു കാണിക്കുകയും ഇൻഷാ അല്ലാഹ് കേരളം ഇനി ഒരു സുപ്രഭാതം കാത്തിരിക്കുകയാണ്. ആ സുപ്രഭാതത്തിന്റെ മുമ്പിൽ ഈ മാധ്യമത്തെ നമുക്ക് എന്നെന്നുമായി കുഴിച്ചു മൂടാൻ സാധിക്കുമെന്ന് നമ്മൾ പ്രത്യാശയിലാണ്. അള്ളാഹു സാധിപ്പിച്ചു തരുമാറാവട്ടെ. മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി നമ്മൾ വീണ്ടും ഇറങ്ങിപ്പടിക്കുകയാണെങ്കിൽ അവരിവിടെ അവകാശപ്പെടുന്ന നവോത്ഥാനം നാം പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായും പറയട്ടെ, സമസ്തയെപ്പോലെ ഒരു നവോത്ഥാനം അവകാശപ്പെടാൻ, വിദ്യാഭ്യാസ മേഖലകളിലുള്ള ഒരു പ്രവർത്തനം അവകാശപ്പെടാൻ
ജമാഅത്തെ ഇസ്ലാമി എന്നല്ല, ലോകത്തെ സംഘടനക്കുമില്ല എന്നത് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. വെറുതെ കീർവാണം മുഴക്കുകയല്ല. അറബ് രാജ്യങ്ങൾ മുഴുവനും ഒരു അറബ് രാജ്യത്ത് ഒരുമിക്കട്ടെ, വേൾഡ് ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കട്ടെ, ആ രാജ്യത്തിന്റെ സമ്മേളനത്തിലേക്ക് ലോകതലത്തിൽ മുസ്ലിം പ്രതിനിധികൾ പങ്കെടുക്കട്ടെ. എങ്കിൽ എല്ലാ രാഷ്ട്രത്തിലുമുള്ള മൊറോക്കോ അടക്കമുള്ള, ഈജിപ്ത് അടക്കമുള്ള, സൗദിയും യുഎഇയും ഖത്തറും ബഹ്റൈൻ അടക്കമുള്ള സർവ്വ രാജ്യങ്ങളിലെയും ഇസ്ലാമിക പ്രതിനിധികൾ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ, ആ കോൺഫറൻസിൽ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി അയാളാണ് അധ്യക്ഷം വഹിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് മഹാനായ തെർശേരി ഉസ്താദായിരിക്കും, അത് മഹാനായ കോയക്കുട്ടി ഉസ്താദായിരിക്കും. എന്തുകൊണ്ട്? 10,000-ഓളം മദ്രസ, ME എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് മാത്രമല്ല, മലപ്പുറത്താണ് ഇഫുൾ വരുന്നത്, മലപ്പുറത്താണ് അലിഗഡിന്റെ OKMS വരുന്നത്, മലപ്പുറത്തല്ലേ നമ്മുടെ രാജ്യത്തെ കേരള സംസ്ഥാനത്തെ ഏറ്റവും സമുന്നതമായ പുരോഗതികൾ മാറി മാറി വരുമ്പോൾ കോപ്പി അടിച്ച് ജയിക്കുകയാണെന്ന് പറഞ്ഞ് ഏറ്റവും മോശപ്പെട്ട അപരാധം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ മാത്രം ഇവരൊക്കെ ശ്രമിക്കുമ്പോൾ ഈ നേട്ടത്തിന്റെ മുഴുവൻ ഉത്തരവാദി ആരെന്ന് ചോദിച്ചാൽ മഹാന്മാരായ മഖ്ദൂമുമാരുടെ പാരമ്പര്യം പിൻപറ്റിയ മഹാന്മാരായ നമ്മുടെ സമസ്തയുടെ, നമ്മുടെ ആലിമീങ്ങളുടെ സേവനം കൊണ്ട് മാത്രമാണ്. അതിന്റെ മുമ്പിൽ പറയട്ടെ, ഈ അലിഗഡ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്? ജമാഅത്തെ ഇസ്ലാമി ആദ്യകാലത്തൊക്കെ അതിനെപ്പറ്റി പറഞ്ഞത്, അത് സ്ഥാപിച്ച ആള് ബ്രിട്ടീഷുകാരുടെ ചാരനാണ് ഈ സ്ഥാപനം ഉണ്ടാക്കിയത്, അതുകൊണ്ട് അത് ഇസ്ലാമിക വിരുദ്ധ സ്ഥാപനമാണെന്നാണ് അലിഗഡ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ജമാഅത്ത് പത്രം ആദ്യമൊക്കെ എഴുതിയത്. ചുരുക്കി പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി എന്നത് പൈതൃകത്തിന്റെ മുമ്പിൽ, പൈതൃകത്തിന്റെ 15-ാം നൂറ്റാണ്ട് ആഘോഷിക്കുന്ന നമ്മുടെ പ്രമേയം ഉദ്ഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇസ്ലാമിക പൈതൃകത്തിന് യാതൊരു അവകാശവും പറയാൻ, പാരമ്പര്യവും പറയാൻ അവകാശമില്ലാത്തൊരു പ്രസ്ഥാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്തയോടൊപ്പം നിലകൊണ്ട് ഇമാം മഹ്ദിയോടൊപ്പം ഈ സ്ഥാപനത്തിന്റെ, ഈ പ്രസ്ഥാനത്തിന്റെ കൊടിപിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് തിരശ്ശീലയിടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.